ഇനി ലാമിന് അല എന്ന അർത്ഥമുണ്ട്. അലാ ദിക്രി. അലാ ദിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നവരുടെ വിഷയമാണ്, ഉറങ്ങിയവരുടെ വിഷയമാണ്. ഒരാൾ നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോയി, ഒരാൾ നിസ്കാരത്തെ തൊട്ട് മറന്നുപോയി. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടത്? ഉണർന്നാൽ നിസ്കരിക്കണം, ഓർമ്മയിൽ വന്നാൽ നിസ്കരിക്കണം എന്നാണ്. അതാണ് അഖിമിസ്സല, നമസ്കാരം നിലനിർത്തുകയും വേണം. ലിദിക്രി എന്ന് പറഞ്ഞാൽ അലാദിക്രി, മറന്നുപോയാൽ ഓർമ്മ വന്നാൽ, ഉറങ്ങിപ്പോയാൽ ഉറക്കമുണർന്നാൽ. അതാണ് ഹദീസിൻ്റെ ബലുള്ള തഫ്സീർ. ഹദീസിൻ്റെ ബലുള്ള തഫ്സീർ. മറ്റേതൊക്കെ എന്താണ്? ഇപ്പം ഭാഷയുടെ സഹായത്തിലും ദീനിൻ്റെ പൊതുതേട്ടങ്ങളാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞാണ്. അതെങ്ങനെ? അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു യാത്രയിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഇന്ന് ഈ പകൽ മുഴുവൻ, പകൽ മുഴുവൻ, പിന്നെ രാത്രി മുഴുവൻ നമ്മൾ തുടർച്ചയായ യാത്രയിലാണ്, എന്നെങ്കിലേ നമുക്ക് നാളെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും കരുതലെടുക്കാൻ പറഞ്ഞു. കരുതലെടുക്കാന്നുണ്ടെങ്കിൽ എത്തിപ്പെട്ടടുത്ത് വെള്ളം ഉണ്ടാകുന്ന വെള്ളമൊക്കെ ശേഖരിക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് യാത്ര പകലും രാത്രിയും തുടർത്തേണ്ടതുണ്ട് ലക്ഷ്യത്തിലെത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്ന് സഹാബികൾ പറയാണ്, അങ്ങനെ രാത്രിയുടെ അവസാന യാമമായി, ഫജ്റിന് തൊട്ടുമ്പോൾ അവസാന യാമമായപ്പോഴത്തേക്ക് പറ്റ ചടച്ച് എല്ലാവരും ക്ഷീണിച്ച്. അപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടായിട്ടാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരാൾ, അബൂ ഖതാദ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്ത് ഉറങ്ങി വീഴുകയാണ്. റസൂലുള്ളാഹിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി വീഴാൻ പോകുമ്പോൾ ഞാൻ താങ്ങി. അത് കുറേ രാത്രി മുതൽ തന്നെ തുടങ്ങിയാണ് അബൂ ഖതാദ. വീഴാൻ പോകുമ്പോൾ താങ്ങി, എന്നിട്ട് നേരെയാക്കും. പിന്നെ യാത്ര തുടങ്ങി റസൂലുള്ളാഹി വീഴുമ്പോൾ ഞാൻ വീണ്ടും താങ്ങിയിട്ട് നേരെയാക്കും. അവസാനം റസൂലുള്ളാഹി ഒന്നായിട്ടുണ്ട് വീണ്. കുഴപ്പത്തിന് രാത്രി കുറേ പോയിക്കണ്. അപ്പോൾ അബൂ ഖതാദ ഓടി വന്നിട്ട് താങ്ങിയപ്പോൾ റസൂലുള്ളാഹി നെട്ടി വന്നിട്ട് ചോദിച്ചു, അബൂ ഖതാദ എന്താ? അപ്പോൾ റസൂലേ, നിങ്ങൾ ഉറങ്ങി വീണപ്പോൾ ഞാൻ താങ്ങാണ്. അപ്പോൾ ഇതെത്രയായി നിങ്ങൾ തുടങ്ങിയിട്ട് വെച്ച് പറഞ്ഞു, രാത്രി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങി വീഴാൻ തുടങ്ങിയാണ്, ഞാൻ അപ്പോഴൊക്കെ നിങ്ങളെ താങ്ങി പോരുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ അബൂ ഖതാദ ഹിഫ്ള് ചെയ്തതുപോലെ അബൂ ഖതാദയെ നീയും ഹിഫ്ള് സംരക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഏതായാലും അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ആരൊക്കെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ആരുമില്ല. പിന്നെ ഒരാൾ വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന്, അങ്ങനെ 7 ആൾ വന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി എല്ലാവരും ക്ഷീണത്തിലാണ്, യാത്ര തുടരുകയാണ്, ഉറങ്ങാതെ യാത്ര തുടരുകയല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. പിന്നെ ആളുകളൊക്കെ എത്തി, റസൂലുള്ളാഹി വെയിറ്റ് ചെയ്തപ്പോൾ എത്തി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അറസ്ത ബിനാ ഹാദിഹിൽ ലൈല, റസൂലേ, ഇനിയൊന്ന് വിശ്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഉടൻ റസൂലുള്ളാഹി പറഞ്ഞ്, പിന്നെ നമ്മുടെ നിസ്കാരം അത് പോകും, നിസ്കാരം പാഴാകും, അത് പേടിയുണ്ട്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലെ എന്തായാലും വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ആര് വിളിച്ചോണത്തു? അവൻ ബിലാൽ പറഞ്ഞു, ഞാൻ വിളിച്ചോണത്താം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ അപ്പോഴും പറഞ്ഞു, ഇഹ്ഫദു അലൈനാ സ്വലാത്തന, നിസ്കാരം സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു വൃക്ഷത്തിൻ്റെ മരട്ടിലേക്ക് അങ്ങനെ മാറിയിട്ട് കിടന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി. അബൂ ഖതാദ തന്നെ പറയാണ്, യാത്രയിൽ ഏറ്റവും ആശ്വാസമുള്ള ടേസ്റ്റുള്ള ഉറക്കം ആ യാത്രയിൽ നിന്നാണ്, ആ ഉറക്കയിന്. കാരണം അത്രയും ചടച്ചിട്ട് പിന്നെയാണ് ഉറങ്ങണത്. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങി. ബിലാൽ റളിയല്ലാഹു തആല തന്നെ എല്ലാവരും ഉണർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മൂപ്പര് ഒട്ടകത്തുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് മൂപ്പര് റെഡിയായി ഉണർത്താൻ വേണ്ടിയിട്ട് ഇരുന്ന്. പക്ഷേ എല്ലാവരും ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ ബിലാൽ ഉറങ്ങി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ച് വെട്ടം മേത്തെ ഏൽക്കുമ്പോഴാണ് ഓരോരുത്തർ ഉണരുന്നത്. ചില റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഉണർന്നു എന്നാണ്. അബൂബക്കർ അള്ളാഹിനെ വിളിച്ചു. പിന്നെ ചില റിപ്പോർട്ടുകളിൽ ആദ്യം അബൂബക്കർ ഉണർന്നു, ഉമർ നോക്കുമ്പോൾ സൂര്യൻ വെളിച്ചം വെച്ച് ഇല്ല, അതിലാണ്ട് ഒച്ചയും വിളിയിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു എന്നാണ്. ഏതായാലും റസൂലുള്ളാഹി കേൾക്കുന്ന രീതിയിൽ ഉമർ ഒച്ച വെച്ചു. പിന്നെ ബിലാലിനെ വിളിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഏതായാലും ബിലാൽ തൻ്റെ ഒഴിവായി പറഞ്ഞു. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു പ്രയോഗമുണ്ട്, അർവാഹുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വായിച്ചപ്പോൾ, ഇന്നല്ലാഹ ഖബള അർവാഹക്കും ഹൈസു ശാ വറദ്ദ ഇലൈക്കും അർവാഹക്കും ഹൈസു ശാ. അള്ളാഹു അവൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളുടെ റൂഹിനെ എടുത്തു, അള്ളാഹു അവൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളുടെ റൂഹിനെ തിരിച്ചു തന്നു. കാരണം എല്ലാവരും ബിലാലിനെ തുറിച്ചു നോക്കാൻ തുടങ്ങി, ഇടങ്ങാറായ വർത്താനം പറയാനും തുടങ്ങി. അപ്പോഴാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്, നിങ്ങളൊക്കെ അംവാത്തുകളായിരുന്നു,
നിങ്ങളൊക്കെ മരിച്ചെടുക്കുകയായിരുന്നു, റസൂൽ പറഞ്ഞ അമ്പാത്തായിരുന്നു എന്നാൽ അള്ളാഹു റൂഹ് എടുത്തു, പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇതാ റൂഹിനെ തിരിച്ച് നൽകിയിരിക്കുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായാലും ഈ എല്ലാവരും ഉറങ്ങിയിടത്ത് ഇനി നമ്മൾ നിൽക്കണ്ട, അങ്ങോട്ട് മാറിയിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞ് പിന്നെ റസൂൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഇഖാമത്ത് വിളിക്കാൻ പറഞ്ഞ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് സുബഹി നിസ്കരിച്ച് ഇങ്ങനെ കോതൊടുത്തൊക്കെ വിഷയങ്ങളുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹാബത്തിനെ പഠിപ്പിച്ചതാണ് മൻ നാമ അൻ സ്വലാത്തിൻ ഫൽയുസല്ലിഹ. പിന്നെ പറയുന്നുണ്ട് ഇന്നമ ലൈസ തഫ്രീത്ത് ഫിൽ നൗം വ ഇന്നമ തഫ്രീത്ത് ഫിൽ യഖ്ദ. ഒരാൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുറ്റമല്ല, ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുറ്റമല്ല, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറ്റമല്ല, ഉറങ്ങിപ്പോയതിൽ കുറ്റമല്ല. പക്ഷെ ഉണർന്നിരിക്കെ നിസ്കാരം പാഴാക്കുമ്പോഴാണ് അത് കുറ്റം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ നാമ അൻ സലാത്തിൻ, ഒരു നിസ്കാരത്തിൽ തൊട്ട് വല്ലവരും ഉറങ്ങിയാൽ ഫൽയുസല്ലിഹ ഇദസ്തൈഖദ്, ഉറക്കമുണർന്നാൽ അവൻ നിസ്കരിക്കട്ടെ. മൻ നസി അൻ സലാത്തിൻ, ഒരാൾ ഒരു നിസ്കാരത്തിൽ തൊട്ട് മറന്നു പോയാൽ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ, ഓർക്കുമ്പോൾ അവൻ അത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ ആയത്ത് ഓതി വ അഖിമിസ് സ്വലാത്ത ലിദിക്രി, വ അഖിമിസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരം യഥാവിധം നിർവഹിക്കണം. ലിദിക്രി എന്ന് പറഞ്ഞാൽ അലാ ദിക്രി, പിന്നെ മറന്നവർ എന്നെ പിന്നെ നിസ്കാരത്തെ ഓർക്കുന്ന അവസ്ഥയിൽ, അതേപോലെ തന്നെ ഉറങ്ങിയവൻ ഉണരുന്ന സമയം, മനസ്സിലായി? അത് ആ അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ഈ ആയത്ത് ഓതുകയുണ്ടായത് എന്നാണ്. അപ്പോൾ ഇവിടെ വ അഖിമിസ് സ്വലാ ലിദിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആശയത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അലാ ദിക്രി, എന്നെ ഓർക്കുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയവൻ ഉണർന്നിട്ട് ഓർക്കുമ്പോൾ, മറന്നവൻ ഓർമ്മ വന്ന് ഓർക്കുമ്പോൾ നിസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. തയ്യും